പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. നമ്മുടെ ബഹുജനങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ച് നാം പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പരിസ്ഥിതിയിൽ അവലോകനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ചരിത്രത്തെക്കുറിച്ചുള്ള വിസ്മൃതി അല്ലെങ്കിൽ ഓർമ്മയുടെ കുറവ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സമഗ്രാധിപത്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്നത്തെ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് സ്മൃതിശ്രുതി പുരാണങ്ങളുടെ ഒരു പട്ടത്താനത്തിലേക്കും അധീശത്വത്തിലേക്കും നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്, അടിമത്തത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്, സമഗ്രാധികാരത്തെ നിലനിർത്തുന്നത് ഒക്കെ തന്നെ ചരിത്രത്തെക്കുറിച്ചുള്ള വിസ്മൃതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാം ആരാണ്, നാം എവിടെ നിന്ന് വന്നു, നാം ഇങ്ങനെ ആയി, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് ആകേണ്ടത് എന്നുള്ള ഒരന്വേഷണം മനുഷ്യനെക്കുറിച്ചും സാധാരണക്കാരായ ബഹുജനങ്ങളെക്കുറിച്ചും ഒക്കെ ഉണ്ടാകേണ്ടത് മനുഷ്യ സമൂഹമായി തന്നെ ഈ ലോകത്ത് ജീവിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ അടിത്തറയാണ്, പ്രാഥമികതയാണ്. ചരിത്രമറിയാത്ത ജനതയ്ക്ക് ചരിത്രം നിർമ്മിക്കാനാവില്ല എന്ന് ഭരണഘടനാ വിധാതാവായ ഡോക്ടർ BR അംബേദ്കറാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പം അതുപോലെ തന്നെ ആ അംബേദ്കറെ കേരളത്തിൽ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ 1940-കളിൽ തന്നെ 30-കളിൽ തന്നെ നാരായണ ഗുരുവിൻ്റെ വിനീത ശിഷ്യനായിട്ടുള്ള, വത്സല ശിഷ്യനായിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ് അംബേദ്കറെ തന്നെ കേരളത്തിൽ അവതരിപ്പിച്ചത്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ, ലോകത്ത് തന്നെ അംബേദ്കറെ ആദരവണക്കം ചെയ്തുകൊണ്ട്, തുറന്ന് പുരസ്കരിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ശരണം വിളിച്ചത് സ്വാമി തൃപ്പാദങ്ങൾ എന്നാണ് തൻ്റെ ഗുരുവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ശരണം വിളിച്ച മറ്റൊരു ലോകനായകനാണ് അംബേദ്കർ. അപ്പോൾ 1946-ൽ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് വന്ന കാലത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ സഹോദരൻ അദ്ദേഹത്തെക്കുറിച്ച് എഡിറ്റോറിയൽ 1930-കളിൽ തന്നെ എഴുതി. അംബേദ്കറുടെ ഉത്ബോധനം എന്ന പേരിൽ ഒരു എഡിറ്റോറിയൽ എഴുതി. നിരന്തരം അംബേദ്കർ ഗാന്ധി സംവാദങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ കമൻ്ററികളും വിമർശങ്ങളും, പ്രത്യേകിച്ചും ഗാന്ധി വിമർശം 25-ൽ അദ്ദേഹം നടത്തിയ, ഗാന്ധിജി ഗുരുവിനെ വന്ന് കണ്ടു, വർക്കലക്കുന്ന് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഗുരു പറഞ്ഞു, ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ പലപ്പോഴും അഹിംസാ മാർഗം പരിപൂർണമായി സ്വീകരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോൾ തൻ്റെ 24-ലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, പ്രാതിനിധ്യത്തിനും പൊതുരംഗപ്രവേശനത്തിനും വേണ്ടിയുള്ള, പൊതുവിട പ്രവേശനത്തിനും വേണ്ടിയുള്ള തൻ്റെ സന്ദേശത്തിൽ, അതായത് മനുഷ്യരെന്ന നിലയിൽ എവിടെ പ്രവേശനം തടയുന്നോ അവിടെയൊക്കെ കടന്നു കയറുക, മൂടിവെച്ച പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കുക, മനുഷ്യരെ തൊട്ടാൽ അശുദ്ധിയാണ് എന്ന് കരുതുന്നവർക്ക് ഒന്നും സ്വസ്ഥമായിരുന്ന് ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പം അവിടെയാണ് ഗാന്ധിജി വീണ്ടും വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മേന്മ അവതരിപ്പിച്ചപ്പോൾ ഗുരു തൻ്റെ തേന്മാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മരങ്ങളുടെ ഇലകൾ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ സത്തയൊന്നാണ്. അതായത് മനുഷ്യാണം, മനുഷ്യത്വം, ജാതി എന്ന തൻ്റെ പ്രഖ്യാപിതമായ 1913-14 കാലത്ത് ജാതിമീമാംസയിലൂടെ അവതരിപ്പിച്ച തൻ്റെ ലോകതത്വത്തെ അദ്ദേഹം ഊന്നി പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, സഹോദരൻ അയ്യപ്പൻ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരവസരവും കൂടി ഗുരു കൊടുത്തു. സഹോദരൻ കയറി ചോദിച്ചു, അല്ലയോ ഗാന്ധി, ഈ ഹൈന്ദവ പുരാണങ്ങളിൽ ഹിംസയെക്കുറിച്ച് പറയാത്ത, ഹിംസയെ പ്രൊമോട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒരു പുരാണമുണ്ടോ? ഗാന്ധിജി ഏതോ ഒരു പുരാണത്തിൻ്റെ പേര് പറഞ്ഞു.
രണ്ടാമതൊരു ചോദ്യവും കൂടി ചോദിച്ചു. താങ്കളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഗാന്ധിജി നോൺസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഗുരു പറഞ്ഞു കൊടുത്ത, കാണിച്ചു കൊടുത്ത, തേന്മാവിൻ്റെ ഇലകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ സത്യം ഗാന്ധിജിക്ക് മനസ്സിലായില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് കന്യാകുമാരി അമ്പലത്തിലേക്ക് പോയി. അവിടെ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ബ്രാഹ്മണ പുരോഹിതൻ പറഞ്ഞു, താങ്കളൊരു വൈശ്യനാണ് മഹാത്മാവേ, താങ്കളൊരു വൈശ്യനാണ്, അതുകൊണ്ട് ഇത്ര അടി അകലത്തിൽ മാത്രമേ നിന്ന് തൊഴാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി അത് അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് തൊഴുത് ആ പ്രസാദം എറിഞ്ഞു കൊടുത്തതും പിടിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണുണ്ടായത്. അപ്പോൾ അവിടെയാണ് സഹോദരൻ ഗാന്ധി സന്ദേശം എന്ന ഒരു കവിത എഴുതിയത്. നായിലും നാണം കെട്ട് ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്നാഹന്ത ദയനീയം എന്ന രീതിയിൽ മഹാത്മാവായ ഗാന്ധിജി പോലും, അതിന് തൊട്ടു മുമ്പാണ് ഇണ്ടംതുരുത്തിയിൽ വന്നിട്ട് ആ പരിയമ്പുറത്തിരുന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇണ്ടംതുരുത്തി മനയുടെ അനക്സാണ് ഇന്ന് ചെത്തുതൊഴിലാളി ഓഫീസായിരിക്കുന്നത്. പ്രധാന മന തെക്കേ നടയിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ട്. ആ അനക്സിൻ്റെ പടിയിൽ പോലും കയറ്റാതെ അതിൻ്റെ പൂമുഖത്ത് ഇണ്ടതുരുത്തി നമ്പ്യാതിരി കസേരയിട്ടിരിക്കുകയും ഗാന്ധിജി ആ മുറ്റത്ത് വേറൊരു കുടിൽ പോലെ ഒരു കൊട്ടിൽ കെട്ടി അവിടെ ഇരുത്തുകയും ചെയ്തു. അതും അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പോലും വെല്ലുവിളിച്ച ആംഗല സാമ്രാജ്യ സിംഹത്തിൻ്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിയ ഗാന്ധി കൂടി ഇതാ നിൽക്കുന്നു. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ആ പരിയമ്പുറത്ത് ഓച്ഛാനിച്ച് തീണ്ടാപ്പാട് അകലത്തിൽ നിന്ന് തൊഴുതു മടങ്ങുന്ന അവസ്ഥ. അതാണ് നായിലും നാണം കെട്ട അവസ്ഥ. ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്ന അവസ്ഥയിലേക്ക് ബഹുജനങ്ങൾ വീണുപോകുന്നത് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഇത്തരം ചരിത്രങ്ങളൊന്നും ബഹുജനങ്ങൾ അറിയുന്നില്ല, കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല. നാരായണ ഗുരു തന്നെയാണ് പ്രഖ്യാപിച്ചത്, ഈഴവർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, ഹിന്ദുമതത്തിലെ ഹിന്ദുത്വത്തിലെ ഒരു ജാതിയല്ല, അല്ലെങ്കിൽ വർണ്ണാശ്രമ ഘടനയിലുള്ളവരേ അല്ല, വർണ്ണാശ്രമ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് തന്നെ, വർണ്ണവ്യവസ്ഥയ്ക്ക് തന്നെ പുറത്തുള്ളവരാണ്. അപ്പോൾ അവർ കേരളത്തിലെ ഒരു അടിസ്ഥാന ജനതയാണ്, കേരളത്തിലെ ബഹുജനങ്ങളാണ് അവർണർ അല്ലെങ്കിൽ ഈഴവർ എന്ന് പ്രഖ്യാപിച്ചത് നാരായണ ഗുരു തന്നെയാണ്. അപ്പോൾ അതൊരു പ്രദേശനാമമായി ഈഴം എന്നത് സംഘത്തിൻ്റെ സ്വന്തം നാടായതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് തമിഴകത്ത് പ്രാചീനകാലം മുതൽ ഈഴം ഈഴം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അതൊരു പ്രദേശനാമമായിട്ടാണെങ്കിൽ ഇവിടെ മലയാളക്കരയിൽ ജീവിക്കുന്നവർക്ക്, നൂറ്റാണ്ടുകളായി ആയിരത്താണ്ടുകളായി മലയാളക്കരയിൽ ജീവിക്കുന്നവർക്ക് മലയാളികൾ അല്ലെങ്കിൽ മലയാളന്മാർ എന്നോ തന്നെ പറഞ്ഞുകൂടെ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗുരു ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്ര ഭാഷണങ്ങളിൽ, സംഭാഷണങ്ങളിൽ, വിമർശ പ്രസ്താവങ്ങളിൽ, ചരിത്ര പ്രസ്താവനകളിലാണ്. അത് ജനങ്ങളിൽ നിന്ന്, ബഹുജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. അടിച്ചവർ തന്നെ അത് കത്തിച്ചു കളയുന്നു, അല്ലെങ്കിൽ അകത്ത് വെക്കുന്നു, അല്ലെങ്കിൽ അത് ചിതലിന് ധർമ്മദാനമായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതാനും അദ്ദേഹം തന്നെ നിരാകരിച്ച ചില സ്തോത്രകൃതികൾ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ അങ്ങ് ചെമ്പഴന്തിയിൽ നിന്ന് പിന്നെ കാർത്തികപ്പള്ളി താലൂക്കിലേക്ക് സഞ്ചരിച്ച് വന്ന് അവിടുത്തെ പുതുപ്പള്ളിയിൽ വന്ന് വാരണപ്പള്ളിയിൽ താമസിച്ചുകൊണ്ട് കുമ്മമ്പള്ളി ആശാൻ്റെ അടുത്ത് പോയി പഠിച്ച കാലത്ത് അന്ന് സതീർത്ഥ്യരും ശിഷ്യരും ഗുരു രാമപിള്ള ആശാനും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഓരോരുത്തരുടെയും പിന്നെ അവരുടെ സ്നേഹപ്രേരണയ്ക്ക് വഴങ്ങി എഴുതിക്കൊടുത്ത ചില സ്തോത്രകൃതികളാണ് ഗുരുവിൻ്റെ പേരിൽ അടിച്ചു വിതരണം ചെയ്യുന്നതും അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ ഗുരു തന്നെ പിൽക്കാലത്ത് നിഷേധിച്ചതാണ്. അസന്നിഗ്ധമായി അദ്ദേഹം പ്രസ്താവിച്ചു, സ്തോത്രകൃതികൾ എഴുതിയ ആ ആൾ ഇന്നില്ലല്ലോ എന്ന് ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ പക്വമായ ഘട്ടത്തിൽ ഗുരു പ്രസ്താവിച്ചു. അതിൻ്റെ കർത്തൃത്വം അദ്ദേഹം കൈയൊഴിഞ്ഞു. കാരണം അത് സാന്ദർഭികമായി തൻ്റെ ഭക്തകാലഘട്ടത്തിൽ, ഒരു വിദ്യാർത്ഥിയായിരുന്ന ഘട്ടത്തിൽ നാണുഭക്തൻ അല്ലെങ്കിൽ നാണു ചട്ടമ്പി, നാണു മോനിറ്റർ, നാണു ഭ്രാന്തനെന്നും ചിലർ വിളിച്ച് കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം പരിവ്രാജകനായി, ഒരു ശ്രമണനായി ലോകാന്തരങ്ങളിൽ നടന്നുകൊണ്ട് എല്ലാ ബഹുജനങ്ങളുടെയും വീട്ടിൽ പോയി മത്സ്യവും ചോറും മാംസവും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഉമ്മമാരുടെ മത്സ്യവും കൊഞ്ചുകറിയും കടൽമീൻ കറിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ പലരും അദ്ദേഹത്തെ മാണുഭ്രാന്തൻ എന്ന് പറഞ്ഞ് കല്ലെറിയുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ഗുരു തന്നെയാണ് പ്രസ്താവിച്ചത്,
ബഹുജനങ്ങൾ അല്ലെങ്കിൽ ഈഴവർ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുമതത്തിലെ ഒരു ജാതിയല്ല, ഒരു കേരളത്തിലെ ഒരു അടിസ്ഥാന ജനതയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ഹിന്ദുമതത്തെ തന്നെ നിരാകരിച്ച കാര്യവും നമുക്കറിയാം. 25-ൽ RSSൻ്റെ ജന്മമുണ്ടായപ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ CV കുഞ്ഞിരാമൻ അത് ഒരു റിപ്പോർട്ടാക്കി കേരള കൗമുദിയിൽ അവതരിപ്പിച്ചത് നാം കണ്ടു. ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ. രാമാദികളുടെ കാലത്തെങ്കിൽ നമുക്കറിയാം ശൂദ്രാദികളുടെ ഗതിയാവും നമുക്കുണ്ടാവുക. കാരണം സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യത്തെ അംഗീകരിക്കുന്ന വർണ്ണാശ്രമധർമ്മത്തിൽപ്പെടുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികൾ, ഈ 4 വർണ്ണക്കാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജാതി ഹിന്ദുക്കൾ എന്ന് പറയാവുന്ന വർണ്ണാശ്രമികൾ, 4 വർണ്ണങ്ങൾ. അതിലൊന്നും പെടാത്തവരാണ് തൊട്ടുകൂടാത്തവരായ തീണ്ടൽക്കാരായിട്ടുള്ള, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള, നിഴലുപോലും കാൽപ്പാടുകൾ പോലും അവശേഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചണ്ടാളന്മാർ. ആ ചണ്ടാളന്മാരും ശൂദ്രരും ഒക്കെ കൂടി ഇന്ന് ഹിന്ദുക്കളായി ചമഞ്ഞുകൊണ്ട്, ഹിന്ദുത്വത്തിൻ്റെ ഏജൻസി ഏറ്റെടുത്തുകൊണ്ട് ബ്രാഹ്മണരെക്കാൾ വലിയ ചാതുർവർണ്ണികളും ഹിന്ദുക്കളും സനാതനികളും ആയി ചമഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമഗ്രാധിപത്യത്തെ, അമിതാധികാരത്തെ, ഒലിഗാർക്കിയെ ഒക്കെ തന്നെ ഈ രീതിയിൽ വിജൃംഭിപ്പിച്ചിരിക്കുന്നത്. ചരിത്രം മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ചരിത്രത്തെ അറിയുക, ചുരുങ്ങിയത് ഗുരുവിൻ്റെ കാലം തൊട്ടെങ്കിലുമുള്ള ചരിത്രത്തെ, കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തെ എങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ട് പി ഭാസ്കരനുണ്ണി അടക്കം എഴുതിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ കേരളം, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കേരളം. PK ബാലകൃഷ്ണൻ തന്നെ ഈ ഗുരുവിൻ്റെ ചരിത്ര ഭാഷണങ്ങളെക്കുറിച്ച് 54-ലെ അദ്ദേഹത്തിൻ്റെ ആന്തോളജി, സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ വളരെ ലേറ്റായിട്ടാണ് PKക്ക് പോലും സഹോദരനെ മനസ്സിലാക്കിയത്. സഹോദരൻ്റെ സാമൂഹ്യ പ്രാതിനിധ്യവാദം ആഭാസമാണ് എന്ന് കരുതി അതിനെതിരെ പ്രസംഗിച്ചും എഴുതിയും നടന്ന ആളാണ് PK ബാലകൃഷ്ണൻ. പക്ഷേ അങ്ങേർക്ക് പോലും അവസാന കാലത്ത് വെളിവ് വരികയും സഹോദരൻ കൊടുത്ത നോട്ട് പുസ്തകമാണ് ഈ 54-ലെ ഗുരുവിൻ്റെ ആന്തോളജിയായിട്ട് നാരായണ ഗുരു എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാമാദികളുടെ കാലത്തെ ശൂദ്രാദികളുടെ ഗതി, ശംഭൂകൻ എന്തു സംഭവിച്ചു, എന്തുകൊണ്ട് ശൂദ്രൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ശംഭൂകൻ്റെ തലയറുത്തത്, രാമൻ തന്നെ തലയറുത്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് PK ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്ന ആന്തോളജിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര ഭാഷണങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശ വീക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്കുള്ള അമൂല്യമായിട്ടുള്ള രചനയാണ് ഞാൻ പറഞ്ഞത്, അടിച്ചവർ തന്നെ ഒതുക്കി വെക്കുകയോ കത്തിക്കുകയോ ചെയ്ത 2010 കാലം മുതൽ ഇറങ്ങിയ ഡോക്ടർ T ഭാസ്കരൻ്റെ അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരു വൈഖരി എന്ന പാഠം. അപ്പം അവിടെയാണ് ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസ്താവനകൾ, അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളെക്കുറിച്ചും ശിഷ്യർ നേരിട്ട് കേട്ടറിഞ്ഞ് മൂലൂരടക്കമുള്ള, ധർമ്മതീർത്ഥരടക്കമുള്ള, CR കേശവൻ വൈദ്യരടക്കമുള്ള, കരുവ കൃഷ്ണനാശാൻ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് അതിൽ നിന്ന് ഉദ്ധരിച്ച് അദ്ദേഹം നിർമ്മിച്ച ഒരു പുസ്തകമാണ് ശ്രീനാരായണ ഗുരു വൈഖരി. കുന്നത്തുനാട് യൂണിയനാണ് അത് അടിച്ചത്. 3 എഡിഷൻസ് വന്നു. പക്ഷേ 3-ാം എഡിഷൻ വന്നപ്പോഴത്തേക്കും അത് അടിച്ചവർ തന്നെ പൂഴ്ത്തി വയ്ക്കുകയോ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ആവിയാക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ മറച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ചരിത്രം പോലും, അത് മറ്റൊരു പുസ്തകമാണ്, ഡോക്ടർ K സുഗതൻ എഴുതിയ മറ്റൊരു നിർണായകമായ പുസ്തകമാണ് ഗുരുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ക്രോണോളജി ആയിട്ട് ഓരോ വർഷവും മാസവും തീയതിയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഗുരുവിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മഹാസമാധി വരെ, മഹാപരിനിബാണം വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ഒരു ചെറിയ കൈപ്പുസ്തകമാണ് ഡോക്ടർ K സുഗതൻ്റെ ബുദ്ധനും നാണുഗുരുവും എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിഖ്യാതമായ പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും ബുദ്ധമതവും എന്ന പുസ്തകമുണ്ട്. ബുദ്ധിസം, ഈഴവരുടെ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ബുദ്ധിസം എന്ന പുസ്തകമുണ്ട്. അപ്പോൾ ഡോക്ടർ K സുഗതൻ്റെ അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഗുരുവിൻ്റെ ചരിത്രം. അപ്പോൾ ചരിത്രം ചുരുങ്ങിയത് 19-ാം നൂറ്റാണ്ട് മുതലുള്ള ആധുനിക കാലത്തെ ചരിത്രമെങ്കിലും നാം ഓർത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം 1000-ഉം 2000-ഉം 2600-ഉം
അതിനപ്പുറത്തേക്ക് സൈന്ധവ നാഗരികത വരെ പോകുന്ന ഏതാണ്ട് 5000 വർഷത്തിനപ്പുറത്തേക്ക് പോകുന്ന തമിഴകത്ത് തന്നെയുള്ള ചരിത്രങ്ങൾ. ഇപ്പോൾ തമിഴകത്ത് നിന്ന് അയൺ ഏജിൻ്റെയും അതുപോലെ അശോകൻ ബ്രാഹ്മിയുടെയും ഇൻഡസ് ബ്രാഹ്മിയുടെയും ധമ്മലിപി എന്ന് പറയുന്ന ഇൻഡസ് ബ്രാഹ്മിയുടെ തന്നെ അവശിഷ്ടങ്ങൾ തമിഴകത്തു നിന്നും ശ്രീലങ്കയിൽ നിന്നുമൊക്കെയാണ്, അനുരാധപുരയിൽ നിന്നുമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് 100 വർഷത്തെ ചരിത്രമെങ്കിലും മനസ്സിലാക്കാത്ത ഒരു ജനങ്ങൾക്ക് എങ്ങനെ 1000 വർഷത്തെ 2000 വർഷത്തെ 3000 വർഷത്തെ 5000 വർഷത്തെയെങ്കിലും ചരിത്രം, സൈന്ധവം മുതലുള്ള, യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന വാക്ക് തന്നെ സിന്ധു എന്ന വാക്കിൻ്റെ അറേബ്യൻ ഉച്ചാരണമാണ്. അറബികളും പേർഷ്യക്കാരും അൽ ബറൂണി അടക്കമുള്ള പണ്ഡിതന്മാർ, അറേബ്യൻ പണ്ഡിതന്മാരാണ് ഹിന്ദു എന്ന പ്രയോഗം തന്നെ നടത്തുന്നത്. അതും 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അവർ സൈന്ധവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ സിന്ധു എന്ന് അവരുടെ ഉച്ചാരണത്തിൽ ഭേദമുള്ളത് കൊണ്ട് അതിനെ ഹിന്ദു എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ വാക്ക് ലോകമറിഞ്ഞ രീതിയിൽ അങ്ങനെ അറേബ്യയിലെങ്കിലും അറിയപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സൈന്ധവം, ഹിന്ദു എന്ന് പറയുന്നത് സൈന്ധവർ എന്ന അർത്ഥത്തിലാണ്. അതൊരു നാഗരികത്തിൻ്റെയും ഒരു നദീതട സംസ്കാരത്തിൻ്റെയും പേരാണ്. അല്ലെങ്കിൽ ആ നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് പോലും അറബി പേർഷ്യൻ ഭാഷയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മുതലുള്ള ചരിത്രമെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ചുരുങ്ങിയത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു ഇഴവരെക്കുറിച്ച് പറഞ്ഞതുപോലെ കേരളത്തിലെ അടിസ്ഥാന ജനതയാണ്, ഹിന്ദുമതത്തിലെ ഒരു ജാതിയല്ല. ഹിന്ദുമതത്തെ തന്നെ അത് നിരാകരിച്ച ആളാണ് അദ്ദേഹം. സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്ന് ആവർത്തിച്ച ആളാണ് അദ്ദേഹം. രാമാദികളുടെ രാമരാജ്യത്തായിരുന്നെങ്കിൽ ശംഭൂകൻ്റെ ഗതിയാവും തനിക്കുണ്ടാവുക എന്ന് തുറന്ന് വിളിച്ചു പറഞ്ഞ, ഉദ്ഘോഷിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയാണ്, അറിവൊളി എന്ന് ജയരഘുവൊക്കെ വിശദീകരിക്കുന്ന പാശ്ചാത്യ അല്ലെങ്കിൽ യൂറോപ്യൻ ജ്ഞാനോദയ ആധുനികതയാണ് തൻ്റെ ഗുരുക്കന്മാരായി പോലും സ്വീകരിച്ചത്. കുമ്മമ്പിള്ള രാമപിള്ള ആശാനോ തൈക്കാട്ടയ്യാവിനെയോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നുള്ള ആരെയുമല്ല, നേരിട്ട് പാശ്ചാത്യരെയാണ് അദ്ദേഹം ഗുരുക്കന്മാരായി വരിച്ചത്. നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ. പി.കെ. ബാലകൃഷ്ണനിൽ കാണാം, നമ്മുടെ ടി ഭാസ്കറിൽ കാണാം. നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അത്രേ അവർ. അവർ ജയിക്കാനായി നാം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് 1914 ചരിത്ര പ്രസ്താവം. ഇതൊന്നും അറിയുന്നില്ല. അതുപോലെ സായിപ്പിൻ്റെ ഭരണം കൊണ്ട് പല നേട്ടങ്ങളുമുണ്ട്. കന്നിൻ തോൽ കാലിൽ ചേർന്നാൽ അമ്പലത്തിലേക്ക് കടത്തിക്കൂടാ. അത് ചെണ്ടയിലോ ഇടക്കയിലോ ആണെങ്കിൽ സോപാനത്തിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ ഈ പറഞ്ഞതുപോലെ ആ മൂടിവെച്ച പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കണം. എന്താണ്? മനുഷ്യരെന്ന നിലയിൽ എവിടെ പ്രവേശനം നിഷേധിക്കുന്നോ അവിടെ കടന്നു കയറുകയും പ്രവേശനം പ്രാതിനിധ്യം, അതിനുവേണ്ടിയുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ വൈക്കത്തെ സന്ദേശം. അത് ഗാന്ധി അതൊരു വിവാദമാക്കിയപ്പോൾ അദ്ദേഹം അതിനെ ഒന്ന് തിരുത്തി വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് 1925 വർക്കലക്കുന്നിൽ വെച്ച് നടത്തിയ ഈ പ്രസ്താവന, ഗാന്ധിജിയോട് നടത്തിയ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സഹോദരൻ പാടിയിട്ടുണ്ട്, നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെയാണ് ആ മഹാമംഗലശക്തി, മാനവികതയുടെ ആ ഊർജത്തെ, ആ ചൈതന്യത്തെയാണ് നാം ഉണർത്തേണ്ടത്. അതിലൂടെ നമ്മുടെ തന്നെ ചരിത്രത്തെക്കുറിച്ചുള്ള ആലോചനകളും പുനരാലോചനകളും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. രചിപ്പിൻ നിങ്ങളിവിടെ സഖാക്കളെ, ശ്രവിപ്പിൽ രോമം ചീർക്കും താദൃശ ചരിത്രങ്ങൾ എന്നാണ് സഹോദരൻ എഴുതിയിരിക്കുന്നത്. ഇഴവോത്ബോധനം, സമുദായ ഗാനം, സംഘടനാ ഗാനം, ഇങ്ങനെയൊക്കെയുള്ള മൂലൂരും, സംഘടനാ ഗാനത്തിൽ മൂലൂരും ആവർത്തിക്കുന്ന ഇങ്ങനെയാണ്. ശാക്യസിംഹൻ ഭഗവാന്റെ ധർമ്മരക്ഷോപായം കേട്ട് വന്ന ഇഴവരെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ സിംഹതുല്യരായി നിൽക്കൂ സിംഹളരെ നിങ്ങൾ എന്നാണ് സാഹോദര്യം എന്ന കവിതയിൽ തന്നെ ഗുരുവിനെ തീണ്ടലുണ്ടായ സംഭവത്തെക്കുറിച്ച് എഴുതിയ കവിതയിൽ മൂലൂര് വിശദീകരിക്കുന്നു. അപ്പോൾ മൂലൂരാകട്ടെ, സഹോദരൻ അയ്യപ്പനാകട്ടെ, പണ്ഡിറ്റ് കറുപ്പനാകട്ടെ, ആശാനാകട്ടെ, ഇവരൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു വിപുലമായ ഒരു പാരമ്പര്യം, വിപുലമായ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഈ ബ്രാഹ്മണിക വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ അടിമകളായിപ്പോയ കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ ഇതൊക്കെ ബഹുജനങ്ങൾ വിസ്മരിക്കാൻ അവർ
അവർ എന്താ ബലഹീനരായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ അധീശത്വത്തിൻ്റെ, ചാതുർവർണ്ണ്യത്തിൻ്റെ, വർണ്ണാശ്രമധർമ്മത്തിൻ്റെ, ജാതി മർദ്ദനത്തിൻ്റെ, അതായത് മനുസ്മൃതിയുടെ, സ്മൃതിശ്രുതി പുരാണ പട്ടത്താനങ്ങളുടെ വാഴ്ചയിൽ യഥാർത്ഥ ചരിത്രത്തെ വിസ്മരിക്കുകയും പിന്നെ ഈ സാങ്കല്പിക കഥകൾ, ദേവീദേവ സങ്കല്പങ്ങൾ, പുരാണത്തിലെ ഈ കൊല്ലുന്ന ദൈവങ്ങളുടെ, ഗുരു അതിനെ അസന്നിഗ്ധമായി നിഷേധിച്ച ആളുമാണ്. അതും കൂടി ഞാൻ പറയണം. സഹോദരൻ ഈ ചോദ്യം ഗാന്ധിയോട് ചോദിച്ചത്, താങ്കളുടെ ഈ പരമാത്മാവ്, ഈ ബ്രഹ്മപുരുഷൻ, ഈ വിരാട് പുരുഷനായി വരുന്ന ആ ബ്രഹ്മപുരുഷൻ, ആ പരിശുദ്ധ പരമാത്മാവായ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. സ്വന്തം അമ്മാവനായ കംസനെപ്പോലും അസുരവൽക്കരിച്ച് നിഗ്രഹിച്ച ഒരു കൊലപാതകിയല്ലായിരുന്നു. തുടക്കടിച്ചുകൊണ്ട് സഹോദരങ്ങളെ തമ്മിലടിച്ച് കൊല്ലാൻ പഠിപ്പിച്ച ആളല്ലായിരുന്നു എന്ന് സഹോദരൻ ചോദിച്ചത് വെറുതെ അല്ല. ഗുരു തന്നെ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്, കൃഷ്ണൻ പശ്ചാത്തപിച്ചിരിക്കാം. എന്തിനാണ്? സ്വന്തം സഹോദരങ്ങളെ, അപ്പനമ്മമാരെ, അമ്മാവന്മാരെ, പിതാമഹനെ പോലും ശത്രു എന്ന് വിളിച്ചുകൊണ്ട് അമ്പെയ്തും വെട്ടിയും കുന്തം കൊണ്ടും കൊല്ലുന്നത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അർജുന വിഷാദയോഗം തീർത്തത്, അർജുനൻ്റെ വിഷാദം വേറൊന്നുമല്ല, കൊല്ലാൻ മടിയായിരുന്നില്ല. നമ്മൾ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം വെട്ടിയും കൊന്നും മരിച്ചാൽ, ഗീതയിലെ ഏറ്റവും വലിയ താത്വിക പ്രശ്നമാണെന്ന് അർജുന വിഷാദയോഗം. നാം വിചാരിക്കും സ്വന്തം സഹോദരങ്ങളെ, അപ്പനമ്മമാരെ, അമ്മാവനെ അല്ലെങ്കിൽ പിതാമഹനായ ഭീഷ്മരെ പോലും കൊല്ലുന്നതിനുള്ള മടി കൊണ്ടാണോ അർജുനന് വിഷാദം ഉണ്ടായത്? അതല്ല. ഗീത അവതരിപ്പിക്കുന്ന താത്വിക പ്രശ്നം അതല്ല. എന്താണത്? നാം ഈ ക്ഷത്രിയരെല്ലാവരും കൂടി വെട്ടി അരിഞ്ഞ് സ്വയം ചത്തും കൊന്നും ഒടുങ്ങിയാൽ, ഇവിടുത്തെ കാര്യം പറഞ്ഞതുപോലെയാണ്, കാണക്കാർ ചത്തും കൊന്നും ഒടുങ്ങുക പെരുമാക്കന്മാർ കൊടുത്ത ഒരു വിദ്യയാണ്. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ക്ഷത്രിയ സ്ത്രീകളുണ്ടല്ലോ, ഈ സ്ത്രീകളെ ആര് വേൾക്കും? ശൂദ്രരും ചണ്ടാളരും കൂടി വന്ന് ഇവരുമായി സംസർഗമുണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വർണ്ണാശ്രമധർമ്മം തകർന്നു പോകും. അതായത് ജാതിസങ്കരം നടക്കും, വർണ്ണസങ്കരമെങ്ങാനും ഉണ്ടായേക്കുമോ എന്നുള്ളതാണ് ഗീത അവതരിപ്പിക്കുന്ന താത്വികമായ പ്രശ്നം. മറ്റൊന്നെന്താണ്? ഈ കർമ്മസിദ്ധാന്തത്തെ സ്ഥാപിക്കുക, ഗുണകർമ്മങ്ങളിലൂടെ വർണ്ണത്തെ സ്ഥാപിക്കുക. രണ്ടും ഗുരു നിഷേധിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതിൽ കൃഷ്ണൻ പശ്ചാത്തപിച്ചിരിക്കാം. ഈ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിനും കൊല്ലാൻ പറഞ്ഞു കൊടുത്തതിനും, സ്വധർമ്മമായി കുലധർമ്മത്തെ, വർണ്ണാശ്രമധർമ്മത്തെ വാഴ്ത്തിയതിനും സ്ഥാപിച്ചതിനും കൃഷ്ണൻ പശ്ചാത്തപിച്ചിരിക്കാം. അതുപോലെ തന്നെ ഈ തുടക്കടിച്ച് കാണിച്ചുകൊണ്ട് ആ ഭീമനെ കൊണ്ട് ആ ദുര്യോധനനെ കൊല്ലിക്കുന്ന ആ കാര്യത്തിലും പശ്ചാത്തപിച്ചിരിക്കാം. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടലും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജീവകാരുണ്യ പഞ്ചകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ മനുഷ്യക്കൊലയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടലും, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തിനു തുല്യനവൻ എന്നാണ് കൊല്ലുന്ന ദൈവങ്ങളെക്കുറിച്ച് നാരായണ ഗുരു 1913-14 കാലത്ത് തന്നെ തൻ്റെ ദാർശനിക പ്രബോധനാത്മകമായ കവിതയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ മൃഗത്തിനു തുല്യനാണ്. കൊലപാതകികൾ കുന്തവും കൊടച്ചക്രവും വാളും അതും ഇതുമൊക്കെ ആയിട്ട് 5-10 കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ദൈവങ്ങൾ, ഈ ഹൈന്ദവ ദൈവങ്ങൾ മൃഗങ്ങളെക്കാളും, ഭ്രാന്ത മൃഗങ്ങളെക്കാളും, ഹിംസ്രാ മൃഗങ്ങളെക്കാളും കഷ്ടത്തിലാണ് എന്ന് എഴുതി. അതുകൊണ്ടാണ് സഹോദരൻ നേരിട്ട് ചോദിച്ചത്, ഗാന്ധിജി താങ്കളുടെ കൃഷ്ണൻ ഒരു കൊലയാളിയല്ലേ എന്ന് അദ്ദേഹത്തിന് ഉത്തരം മുട്ടാനുള്ള സാഹചര്യം. അപ്പോൾ സഹോദരനാണ് ഈ താദൃശ ചരിത്രങ്ങൾ രചിക്കണം എന്ന് പറയുകയും കേരളത്തിൻ്റെയും സൗത്ത് ഇന്ത്യയുടെയും അശോകകാലത്തേക്ക് തൻ്റെ ഭാവനയിലൂടെ കടന്നു കയറുകയും ഇന്ദിരർ ദേശ ചരിത്രം പണ്ഡിറ്റ് അയോധ്യദാസർ എഴുതിയതുപോലെ കേരളത്തിൻ്റെ ബൗദ്ധകാലത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളാണ്. സാഹിതീയമായിട്ടാണ് അവരത് ചെയ്തത്. പണ്ഡിറ്റ് അയോധ്യദാസരും അങ്ങനെയാണ്, ഭാവനാത്മകമായ ഒരു ചരിത്രത്തെയാണ് തിരിച്ചു പിടിച്ചത്. കാരണം എല്ലാ രേഖകളും, മനുഷ്യരെന്ന് മാത്രമല്ല ശിലാരേഖകൾ പോലും, വാസ്തുശില്പങ്ങൾ പോലും, അടയാളങ്ങളൊക്കെ തന്നെ തകർത്ത് കളഞ്ഞിരുന്നു. കരുമാടിക്കുട്ടനെ പോലെ അടിച്ചു തകർത്ത് കളഞ്ഞിരുന്നു, തോട്ടിലെറിഞ്ഞിരുന്നു, ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാവനാത്മകമായി ബഹുജനങ്ങളുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലൂടെ, അൺകോൺഷ്യസ്നെസ്സിലൂടെ കവികൾ ഒക്കെയാണ് അത് തിരിച്ചു പിടിച്ചത്. ആശാനും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ എല്ലാ പക്വമായ രചനകളും 50 വയസ്സിന് ശേഷം
ആശാൻ നടത്തിയ എല്ലാ രചനകളും ബൗദ്ധമായിരുന്നു, തികഞ്ഞ ബൗദ്ധമായ രചനകളാണ്. ശ്രീബുദ്ധചരിതം എഡ്വിൻ ആർണോൾഡിൻ്റെ ആംഗല മഹാകാവ്യം വായിച്ചപ്പോഴാണ് ആശാന് ബോധം വീണത്. 1905 മുതൽ അത് സ്വതന്ത്രമായി കാവ്യവിവർത്തനം ചെയ്തു പോന്നു. 1912 മുതൽ അത് സീരീസായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 5ാം വാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കോട്ടിൻ്റെ പോക്കറ്റിൽ പല്ലനയാറ്റിൽ നിന്ന് 1924 ജനുവരിയിൽ കണ്ടെത്തിയത്. അപ്പോൾ ശ്രീബുദ്ധചരിതമാകട്ടെ, കരുണയാകട്ടെ, ചണ്ടാല ഭിക്ഷുകിയാകട്ടെ, വീണപൂവ് തുടങ്ങിയുള്ള കാവ്യങ്ങളാകട്ടെ, ഇവിടെയൊക്കെ ആശാൻ ബുദ്ധൻ്റെ അഹിംസയെയും അനിത്യവാദത്തെയും അഷ്ടാംഗമാർഗത്തെയും പഞ്ചശീലത്തെയും കുറിച്ച് തന്നെയാണ് തൻ്റെ പക്വമായ കാവ്യഘട്ടത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് തുടങ്ങിയത് സഹോദരനാണ്, മൂലൂരിൽ തുടങ്ങുന്നു. മൂലൂരിൻ്റെ ധമ്മപദ വിവർത്തനത്തിൻ്റെ 100ാം വാർഷികമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരള ഭാഷയിൽ ആദ്യമായിട്ട് കാവ്യത്തിൽ, കിളിപ്പാട്ടിൽ, എഴുത്തച്ഛൻ പ്രശസ്തമാക്കിയ കിളിപ്പാട്ടിൽ കേകയിലും കാകളിയിലും കളകാഞ്ചിയിലും ഒക്കെ കൂടി ബുദ്ധൻ്റെ വചനത്തെ നേരിട്ട് പാലി ഭാഷ പഠിച്ച് അദ്ദേഹം നേരിട്ട് സഹോദരൻ്റെ സ്നേഹപ്രേരണയാൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. സ്വതന്ത്രമായൊരു കാവ്യ വിവർത്തനം നടത്തി. അത് 1925 കൊല്ലവർഷം 1100 കുംഭമാസം 29ാം തീയതി, ഈ കുംഭമാസമാണ്, അതിൻ്റെ 100ാം വാർഷികം ഇവിടെ പൂർത്തിയാകുകയാണ്. കഴിഞ്ഞ കുംഭത്തിൽ തുടങ്ങി ഈ കുംഭമാസം 2025 കുംഭമാസം അതിൻ്റെ മൂലൂരിൻ്റെ ധമ്മപദ വിവർത്തനത്തിൻ്റെ, ധമ്മപദം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ സാരോപദേശങ്ങളുടെ ഒരു ചെറിയ ഒരു ജിസ്റ്റ് എന്ന് പറയുന്ന നിധിസാരമാണ് ധമ്മപദം. ത്രിപിടകങ്ങളിലെ സുത്ത പിടകത്തിലുള്ള ഖുദ്ദക നികായത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം, അതുതന്നെ 423 പദ്യങ്ങളാണ്. 26 വഗ്ഗങ്ങളായിട്ട്, ചാപ്റ്ററുകളായിട്ട് 423 പദ്യങ്ങളാണ്. ഇത് മുഴുവൻ ഇംഗ്ലീഷ് അറിയാമായിരുന്ന മൂലൂർ, ഇംഗ്ലീഷ് അടക്കം അദ്ദേഹത്തിൻ്റെ ഡയറി നമുക്ക് ഇലവന്തിട്ടയിൽ പോയാൽ കാണാം, പലതും ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ആശാൻ്റെ ഡയറി അവരെഴുതിയിരുന്നത് ഇംഗ്ലീഷിലാണ്. കാരണം അത് ആംഗലമായ, പാശ്ചാത്യമായ, ആധുനികമായൊരു സംസ്കാരമാണ് ചരിത്രത്തെ രേഖപ്പെടുത്തുക. അപ്പോൾ ആ ചരിത്രത്തിലാണ് മൂലൂരിൻ്റെയും ആശാൻ്റെയും ഒക്കെ ആംഗല ഡയറികൾ നോക്കുമ്പോഴാണ് നാം കാണുന്നത്, ഇത് അയ്യങ്കാളിയുമായിട്ട് ഇന്ന മീറ്റിങ്ങിൽ പങ്കെടുത്തു. അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ സന്ദർശിച്ചത് ആശാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെങ്ങാനൂരിൽ പോയി. അപ്പോൾ അങ്ങനെ ഓരോ ക്രോണോളജി, ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം അത് രേഖപ്പെടുത്തുക, പദ്യത്തിലാക്കുക. മൂലൂർ ഒരു പടി കൂടി കടന്ന് നാരായണഗുരുവിൻ്റെ മറ്റൊരു ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. അതായത് നമ്മുടെ കൃഷ്ണൻ വൈദ്യരെ, പിന്നെ വിൽക്കുറുപ്പന്മാർ അല്ലെങ്കിൽ കണിക്കുറുപ്പന്മാരെന്നറിയപ്പെടുന്ന ശൂദ്രരിലെ ഒരു പതിത ജാതി വിഭാഗം, അവരെ ശൂദ്രന്മാർ സ്വന്തമായി കണക്കാക്കുന്നില്ല, സഹോദരങ്ങളായി കണക്കാക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഈഴവരാകാമോ എന്നാണ് മൂലൂർ ചോദിക്കുന്നത്. നാരായണ ഗുരുവിനെ തന്നെ അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് ശൂദ്രരിലെ കണിക്കുറുപ്പന്മാരെ ഈഴവ സമുദായത്തിൽ ലയിപ്പിച്ചു. മൂലൂരാണ് നടത്തിയത്. അപ്പോൾ ഈഴവീകരണം നടത്തിയ ചരിത്രം 1930 20കളുടെ മധ്യത്തിൽ നടന്ന ഗുരുവിനെ തന്നെ അധ്യക്ഷനായിട്ട് വെച്ചുകൊണ്ടാണ്. ലോകത്താദ്യമായി ഒരു ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സാക്ഷാൽ നാരായണ ഗുരുവാണ്. ഈ സർട്ടിഫിക്കറ്റുമായി വരുന്ന ഈ കൃഷ്ണൻ വൈദ്യർ വിൽക്കുറുപ്പനാണല്ലോ, കണിക്കുറുപ്പനാണ്, ശൂദ്രനാണ്. യഥാർത്ഥത്തിൽ കുറുപ്പന്മാരിൽ വരുന്ന ഒരു ഉപവിഭാഗമാണ്, പതിതരായിപ്പോയി. അപ്പോൾ ഇദ്ദേഹം പരിശുദ്ധനായ ഒരു ഈഴവനാണ് എന്നാണ് നാരായണ ഗുരു സാക്ഷ്യപ്പെടുത്തി കൊടുത്തത്. പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് നഗരസഭയിലേക്കും അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കൊടുത്തതാണ്. സഹോദരൻ ബൗദ്ധനായിരുന്നു, നിയമപരമായി ബൗദ്ധനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമുദായികമായ പശ്ചാത്തലം ഈഴവം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഈ പറഞ്ഞ രീതിയിൽ നിയമനിർമ്മാണ സഭയിലേക്ക് ഈഴവ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി അങ്ങനെയും ഒരു സാക്ഷ്യപത്രം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ചരിത്രങ്ങളൊന്നും തന്നെ നാം അറിയുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഗുരുവും സഹോദരനും ആവർത്തിച്ചത് ഈ ചരിത്രങ്ങൾ രചിക്കുവാനുള്ള, കർത്തൃത്വത്തിലേക്ക് ഉണരാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. ചുരുങ്ങിയത് അവരുടെ ചരിത്രം മുതൽ നാം അറിയണം. ഇപ്പോൾ കേരളത്തിൻ്റെ ഈഴവരുടെ ബൗദ്ധ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയത് മൂലൂരും CV കുഞ്ഞിരാമനും. തീയർക്ക് ചരിത്രമുണ്ടോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് CV-യുടെ ഒരു എസ്സയുണ്ട്, 1916 പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ CV കുഞ്ഞിരാമനാണ് ഈ പറയുന്ന ചോവന്മാർ എന്നത് സേവകൻ എന്ന് വരുന്ന ഒരു വാക്യം
സംസ്കൃതത്തിൽ നിന്നൊരു വാക്കുണ്ട്. അതിൽ നിന്നാണ് സേവകൻ അപഭ്രംശം നടത്തിയാണ് ചോവനായത് എന്ന് പറഞ്ഞപ്പോൾ CV ആണ് അതിനെതിരെ എഴുതിയത്. CV തമിഴ് ഡിക്ഷണറിയിൽ നിന്ന് ഒരു വാക്യം കണ്ടുപിടിച്ചു. CV പറയുന്നത് ജീവകർ എന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാർ, ധർമ്മം വാങ്ങി കഴിക്കുന്നവർ എന്ന അർത്ഥത്തിൽ തമിഴിലൊരു വാക്കുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അത് വരുന്നത്. അശോകന്മാരുമായിട്ടും CV കുഞ്ഞിരാമൻ ചോവന്മാരുടെ ചരിത്രത്തെ ബന്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ CV കുഞ്ഞിരാമൻ്റെ ചരിത്രലേഖനങ്ങൾ സാഹിത്യമാണ്, ഭാവനാത്മകമാണ്. പക്ഷേ ചരിത്രത്തിൻ്റെ നൈതികമായൊരു ഭാവന, പുനഃസൃഷ്ടി, ഒരു പുതിയ ദർശനം അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ CV കുഞ്ഞിരാമൻ, മുലൂർ പത്മനാഭപ്പണിക്കർ, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, പിന്നീട് ആശാൻ, ഇവരൊക്കെ തന്നെയാണ് വളരെ സാംസ്കാരികവും സാഹിത്യവുമായ ഒരു ചരിത്രത്തെ നിർമ്മിച്ചുകൊണ്ട് ഈഴവരുടെ ചരിത്രത്തെ തിരിച്ചു പിടിച്ചത്. അപ്പോൾ അതിലേറ്റവും നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന വസ്തുത, ഈഴവർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, ഈഴത്തിൻ്റെ ജനത എന്നാണ് അർത്ഥം. ഈഴം എന്ന് പറയുന്ന പ്രാചീനമായ തമിഴ് വാക്കാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ഇഴ ചേർന്നത്. ഇതിനെ സംസ്കൃതത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. സംസ്കൃതത്തിൽ നിന്നല്ല, അത് പാലിയിൽ നിന്നുമല്ല, മറിച്ച് പഴം തമിഴിൽ നിന്നുള്ളൊരു വാക്കാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ഇഴ ചേർന്നത്, ഇഴയടുപ്പമുള്ളത്, ഇഴപ്പെരുക്കമുള്ളത്, ഇഴുകിച്ചേർന്നത്, പ്രകൃതിയിലെ ഇഴകളെപ്പോലെ, ഫൈബറുകളെപ്പോലെ, നൂലുകളെപ്പോലെ, നെയ്ത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ സസ്യജാലങ്ങളെപ്പോലെ വളരെയധികം ബന്ധപ്പെട്ട് ഇഴയടുപ്പത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സംഘത്തിന് തുല്യമായ പ്രാചീന തമിഴ് പദമാണ്. അത് സൂചിപ്പിക്കുന്നത് ബുദ്ധൻ്റെ പ്രാഥമിക ആശയമായിട്ടുള്ള ത്രിരത്നങ്ങളിലെ ഒരു അടിസ്ഥാന ആശയമായ സംഘത്തെ തന്നെയാണ്. അപ്പോൾ ഈഴവർ എന്ന് പറഞ്ഞാൽ സംഘക്കാർ എന്ന് മാത്രമേ ഉള്ളൂ. സംഘക്കാർ എന്നാണ് അർത്ഥം. സിംഹളത്ത് നിന്നുമുള്ള വാക്കല്ല. സിംഹളത്ത് അതിന് സംഘം, പാലിയിൽ നിന്നുള്ള വാക്കാണ് സിംഹള ഭാഷയിൽ ഉപയോഗിക്കുന്നത്. സംഘം എന്ന് തന്നെയാണ്. അപ്പോൾ തമിഴകത്താണ് യഥാർത്ഥത്തിൽ ഈഴവരെക്കുറിച്ചുള്ള പരാമർശങ്ങളും പുരാലിഖിതങ്ങളുമുള്ളത്. അപ്പം അത് നമ്മുടെ C കേശവൻ മുതൽ പ്രൊഫസർ TK രവീന്ദ്രൻ വരെ, ഹിസ്റ്ററിയുടെ പ്രൊഫസറായിരുന്ന TK രവീന്ദ്രൻ വരെ അതിനെക്കുറിച്ച് പഠിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴകത്തുള്ള അരിത്തപ്പെട്ടി, അളകാർമലൈ, അതുപോലെ യാനമലൈ, കീഴവളവ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള പുരാതനമായ ശിലാശാസനങ്ങൾ എല്ലാം തന്നെ ബ്രാഹ്മി എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട അശോകൻ ബ്രാഹ്മി അല്ലെങ്കിൽ ധമ്മലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നാണ് പിന്നീട് 7-8 നൂറ്റാണ്ടുകളിൽ തമിഴകത്ത് വട്ടെഴുത്ത് എന്ന് പറയുന്ന എഴുത്ത് രീതി ഉണ്ടായി വന്നത്. അപ്പോൾ ഈ അശോകൻ ബ്രാഹ്മിയിൽ അല്ലെങ്കിൽ ധമ്മലിപി എന്ന് വിളിക്കുന്നത് ബുദ്ധൻ്റെ നീതി സന്ദേശമായ ധമ്മം, അതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അശോകൻ ഉപയോഗിച്ച ലിപി എന്ന രീതിയിലാണ് ഈ ബ്രാഹ്മിയെ ബൗദ്ധ സാഹിത്യത്തിൽ ധമ്മലിപി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ധമ്മലിപിയിൽ അശോകൻ ബ്രാഹ്മിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈഴവൻ, ആദൻ തുടങ്ങിയ വാക്കുകൾ നമുക്ക് അരിത്തപ്പെട്ടിയിൽ ഇപ്പോഴും കാണാം. പലതും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് പല ഗുഹകളും ശൈവവും വൈഷ്ണവവും ഒക്കെ മാറ്റപ്പെട്ടു. പക്ഷേ എന്നാലും ഇപ്പോഴും ആ ലിഖിതങ്ങൾ പല ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചരിത്ര പുരാവസ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരവധി ചരിത്രകാരന്മാരതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈഴവൻ എന്ന് പറഞ്ഞാൽ സംഘക്കാരൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ശ്രീലങ്കയെ തമിഴകത്ത് ഈഴം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അത് ഈഴത്തിൻ്റെ സ്വന്തം നാടായിരുന്നു അശോകൻ്റെ കാലം മുതൽ. അശോകൻ്റെ മക്കളായ സംഘമിത്തയും മഹിന്ദനും ഒക്കെയാണ് പിന്നെ ഗയയിൽ നിന്നുള്ള ബോധിവൃക്ഷവും ഒക്കെ ആയിട്ട്, അതുപോലെ തിപിടകങ്ങൾ വായ്മൊഴിയായിട്ട് ഭിക്ഷു സംഘങ്ങളുമായിട്ട് പിന്നെ ശ്രീലങ്കയിലേക്കും സൗത്ത് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ പോയി അവിടെ ധമ്മപ്രചാരണം നടത്തിയത്. അപ്പം അങ്ങനെയാണ് അവിടം ഈഴമായി മാറുന്നത്, ധമ്മത്തിൻ്റെ സംഘത്തിൻ്റെ സ്വന്തം രാജ്യമായി മാറുന്നത്. അപ്പോൾ സംഘത്തിൻ്റെ സ്വന്തം രാജ്യമായിരുന്നത് കൊണ്ടാണ് തമിഴകത്ത് ശ്രീലങ്കയെ, ഇവിടെ സ്വന്തം ജന്മനാട്ടിൽ സംഘത്തിന് നാശം സംഭവിച്ചു. ബ്രാഹ്മണികമായ ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, ജാതി ഹിന്ദുക്കൾ സനാതനികൾ അടിച്ചേൽപ്പിച്ചപ്പോൾ ചതിയിലൂടെ വാമനൻ ആ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന ചതിയിലൂടെ വൈഷ്ണവ ബ്രാഹ്മണിസം അല്ലെങ്കിൽ ശൈവിസം തമിഴകത്ത് 7-8 നൂറ്റാണ്ട് മുതലാണ് പ്രമാദമാകുന്നത്. പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ളയാണ് അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് എഴുതിയിട്ടുള്ളത്. ഈ ശൈവ വൈഷ്ണവ ഭക്തി ലഹരി പോന്തിയാൽ എന്തും സംഭവിക്കും. മതം മാറാൻ മാത്രമല്ല മനുഷ്യനെ കൊല്ലാനും
അത് പ്രചോദനമാകും. വംശഹത്യ വരെ നടന്നിട്ടുണ്ട്. ബൗദ്ധരുടെയും ജൈനരുടെയും ആജീവകരുടെയും ഇതര സംഘക്കാരുടെയും ഒക്കെ തന്നെ വംശഹത്യ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. കഴിവേറ്റി തിരുവിഴാകൾ അടുത്ത കാലം വരെ മധുരയിലടക്കം പിന്നെ ആഘോഷിച്ചു പോന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊഫസർ ഇളംകുളയാണ്. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് എല്ലാവരും എഴുതിയിട്ടുണ്ട്. നീലകണ്ഠ ശാസ്ത്രി മുതലുള്ളവരെല്ലാം തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രൊഫസർ ഇളംകുളമാണ് അതിനെക്കുറിച്ച് ഏറ്റവും വിമർശാത്മകമായി വ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ ഈഴവർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈഴത്തു നിന്ന് ഇങ്ങോട്ട് പോന്നവരല്ല, മറിച്ച് ഈഴത്തുകൂടി വന്ന അശോകൻ തെരവാദ ഭിക്ഷുക്കളുടെ അനുയായികളായി മാറിയവരാണ് ഈഴവർ എന്ന് വ്യാഖ്യാനിച്ചതും പ്രൊഫസർ ഇളംകുളമാണ്. അതിനെ കൂടുതൽ വിപുലീകരിച്ചത് സാക്ഷാൽ PK ഗോപാലകൃഷ്ണനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഈഴവർ എന്ന് പറഞ്ഞാൽ ഈഴം എന്ന് പറയുന്ന സംഘത്തിൻ്റെ അനുയായികൾ, അല്ലെങ്കിൽ ഈഴത്ത് നാട് എന്ന് സംഘത്തിൻ്റെ സ്വന്തം നാടായതുകൊണ്ട് വിളിക്കപ്പെട്ട ശ്രീലങ്കയിലൂടെ വന്ന, കാരണം ഒഡീഷയുടെ കോസ്റ്റിൽ നിന്നാണ് സംഗമിത്തയും മഹീന്ദ്രനും ഒക്കെ പോകുന്നത്, ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നാണ്. ഒഡീഷയുടെ അല്ലെങ്കിൽ തമിഴകത്തിൻ്റെ കോസ്റ്റിൽ നിന്ന് പോകുന്നു. അവർ തെക്കോട്ട് പോയി അനുരാധപുരത്തേക്ക് എത്തുന്നു. ശ്രീലങ്കയെ വലം വെച്ച് പോയി അനുരാധപുരത്തെത്തുന്നു. അതിൻ്റെ പിന്നെ വെസ്റ്റേൺ കോസ്റ്റിലെത്തുന്നു. അവിടെ നിന്നാണ് കേരള മലബാർ കോസ്റ്റിലേക്ക് കപ്പൽ മാർഗമായിരുന്നു സഞ്ചാരം. കാരണം അന്നത്തെ രീതിയിൽ പിന്നെ കരമാർഗമുള്ള സഞ്ചാരം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, വളരെ കാലമെടുക്കുന്നു. അതുകൊണ്ട് കപ്പലിലൂടെയായിരുന്നു സഞ്ചാരം. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ ഇളംകുളത്തെ വായിച്ചാൽ ഇളംകുളത്തിൻ്റെ ചരിത്രലേഖനങ്ങൾ കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതിൻ്റെ 1-ാം വാല്യം വന്നപ്പോൾ തന്നെ അതിനെ നിർത്തിക്കളഞ്ഞു. കാരണം അവിടെയാണ് ഇളംകുളം പറയുന്നത് 10-ാം നൂറ്റാണ്ട് വരെ ചില പ്രത്യേക വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ലിഖിത തെളിവുകളും പുരാലിഖിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ശിലാശാസനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നില്ല. ഇന്നത്തെ ചില സവർണ ജാതി വിഭാഗങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു സാക്ഷാൽ ഇളംകുളം കുഞ്ഞമ്മുള്ള, മലയാളത്തിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു. പക്ഷെ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഒരു ആസ്ഥാന വിദ്വാനായി കേരള സർവകലാശാലയിലേക്ക് വന്നു. ഒരു സ്കൂൾ മുൻഷിയായിരുന്നു. അവിടെ നിന്നാണ് സർവകലാശാലയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു 10-ാം നൂറ്റാണ്ട് വരെ നായന്മാർ എന്നൊരു ജാതിനാമമോ സമുദായ നാമമോ ഒന്നും തന്നെ കേരളത്തിലെ തമിഴകത്തെ ഒരു ശിലാലിഖിതത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചത് ആര്യാധിനിവേശം അല്ലെങ്കിൽ ബ്രാഹ്മണിക വൈദിക വർണ്ണാശ്രമ ധർമ്മം സ്ഥാപിക്കപ്പെട്ട 8-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പറയുന്ന സംബന്ധവും മരുമക്കത്തായവും ഒക്കെ പതിയെ ക്രമേണ 2-3 നൂറ്റാണ്ടെടുത്ത് നാട്ടുനടപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നായന്മാർ എന്ന് പറയുന്ന നല്ലവരായ, തൊടാവുന്ന നമ്പാവുന്ന നല്ലവരായ നായന്മാർ എന്ന ഒരു വിഭാഗം തന്നെ പരാമർശത്തിലേക്ക്, ചരിത്ര ലിഖിത എപ്പിഗ്രാഫിക്കൽ എവിഡൻസിലേക്ക് വരുന്നത് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം എഴുതി വെച്ചു. ഇപ്പോഴും നമുക്ക് വായിക്കാം. അപ്പോൾ തമിഴകത്തിൻ്റെ മുഴുവൻ ചരിത്രം, സംഘക്കാരായ ഇഴവരുടെ ചരിത്രങ്ങൾ, പിന്നെ അവരുടെ മാത്രമല്ല എല്ലാ ബഹുജനങ്ങളുടെയും, നായന്മാരടക്കമുള്ള വരണ്യ ബ്രാഹ്മണേതരരായിട്ടുള്ള എല്ലാ മനുഷ്യ വിഭാഗങ്ങളുടെയും 99% ജനങ്ങളുടെയും പാരമ്പര്യം എന്ന് പറയുന്നത് ബൗദ്ധമാണ് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം എഴുതി. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന ഹൈന്ദവവാദികളായ അദ്ദേഹത്തിൻ്റെ തന്നെ ചില ശിഷ്യന്മാർ, ആസ്ഥാന വിദ്വാൻമാരായി പിന്നീട് കടന്നു വന്ന MGS പോലുള്ളവർ ഇതെല്ലാം വെട്ടിക്കൊണ്ടാണ്, ഗുരുനാഥൻ്റെ തന്നെ ഗളച്ഛേദം നിർവഹിച്ചുകൊണ്ടാണ് MGS പോലുള്ളവർ ഇതിനെയൊക്കെ വീണ്ടും ജൈനവും ഹൈന്ദവവും ബ്രാഹ്മണികവുമായി പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ PK ഗോപാലകൃഷ്ണനാകട്ടെ, പ്രൊഫസർ ഇളംകുളമാകട്ടെ, ഇവരുടെയൊക്കെ കേരള ചരിത്ര രചനകളിൽ നമുക്കിത് വായിക്കാവുന്നു. ഇതാരും പഠിപ്പിക്കുകയില്ല, ഇതാരും അച്ചടിക്കുകയില്ല. T ഭാസ്കരൻ്റെ പുസ്തകം അച്ചടിച്ച ഈഴവർ തന്നെയാണ് അത് പൂഴ്ത്തി വെച്ചത്. എന്താണ്? ഗുരു പറഞ്ഞ സത്യങ്ങളൊന്നും പുറത്തേക്ക് വരരുത്, ഗുരുവിനെ വെറുതെ ദൈവവൽക്കരിക്കുക, ഗുരുവിനെ കേവലം ദൈവബിംബമാക്കി മാറ്റുക, നിരന്തരം അദ്ദേഹത്തെ കുറിച്ചുള്ള പാടിപ്രാർത്ഥനകൾ, അദ്ദേഹം തന്നെ നിഷേധിച്ച സ്തോത്രകൃതികൾ മാത്രം ആലപിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാഗീതങ്ങൾ മാത്രം ആത്മീയം എന്ന് വ്യവഹരിക്കുന്ന, പലതും തത്വചിന്താപരമാണ്, അതിനെ ആത്മീയം എന്നങ്ങ് പറയുകയാണ്. ഇപ്പോൾ ആത്മോപദേശ ശതകം തന്നെ എടുത്തു, ആത്മത്തോടുള്ള ഉപദേശങ്ങളാണ്. സെൽഫിനോടും അതറിനോടുമുള്ള, ആത്മത്തോടും അപരത്തോടുമുള്ള തൻ്റെ കർത്തൃത്വാന്തര നൈതികതയെ വ്യാഖ്യാനിക്കുന്ന വിശദീകരണങ്ങളാണ്. അപ്പോൾ അത് ഉടനെ ആത്മാവുമായിട്ടുള്ള സംവാദമായിട്ടും ആത്മാവിനുള്ള സ്തുതിയായിട്ടും, ആലിനെയും മാവിനെയും കണ്ടാൽ അതിനെ ആത്മാവാക്കുന്ന
തരത്തിലേക്കുള്ള വൈദിക വേദാന്ത വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ബഹുജനങ്ങളിലേക്ക് എത്താൻ സവർണാധികാരവും ഹിന്ദുമത പ്രേരിതരായിപ്പോയ പല ചണ്ടാള പ്രമുഖന്മാരും ഒക്കെ ശ്രമിച്ചത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായത് ഗുരുവിൻ്റെ ശിഷ്യരെന്ന് സ്വയം പ്രഖ്യാപിച്ച പല സ്വയം പ്രഖ്യാപിത ശിഷ്യരും പ്രശിഷ്യരുമൊക്കെ ഇതിൽ ഈ ദുർവ്യാഖ്യാനത്തിന് കാരണഭൂതന്മാരായിട്ടുണ്ട്. അതും തിരുത്തേണ്ടതുണ്ട്. ഇത്തരം വലിയ പിഴവുകൾ ഗുരുവിനെ തന്നെ ശങ്കര അദ്വൈതത്തിൻ്റെ ഒരു അനുകർത്താവും ഒരു വെറും പ്രാക്ടീഷണറുമാക്കി മാറ്റിയത് എന്താണ്? തത്വത്തിൽ ശങ്കരനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല എന്നു ഗുരു പറഞ്ഞതായി ഒരു സ്വയം പ്രഖ്യാപിത ശിഷ്യൻ എഴുതി വെച്ചു. ഇത് കിട്ടിയതും വേദാന്തികൾ, സനാതനികൾ, സവർണ പണ്ഡിതന്മാർ ഉടനെ എടുത്ത് വ്യാഖ്യാനിച്ചു. ഇതാ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ശങ്കരനപ്പുറത്തേക്ക് തത്വത്തിൽ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ശങ്കരൻ്റെ തത്വത്തെ, ശങ്കര അദ്വൈതമാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഇദ്ദേഹം അതിനെ എടുത്ത് സ്വന്തം ഇതായിട്ട് കൊണ്ടുവന്ന് അതിനെ പ്രയോഗിച്ചു മാത്രമേ ഉള്ളൂ. കൂടുതൽ വിപുലമാക്കി ജനങ്ങളിൽ എത്തിച്ചു. ഇതാണ്. പക്ഷെ ഗുരുവിൻ്റെ സിദ്ധാന്തം അതല്ല എന്ന് ഗുരു തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഉള്ളത് ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിലുണ്ട്. ടി ഭാസ്കറിലുണ്ട്, അല്ലെങ്കിൽ ധർമ്മതീർത്ഥരിലുണ്ട്, CR കേശവൻ വൈദ്യരിലുണ്ട്, PK ബാലകൃഷ്ണൻ്റെ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ഗുരു എന്താണ്, 1918 തന്നെ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. 2 തവണ ബാബാ സാഹേബ് അംബേദ്കർ 2 തവണ ശ്രീലങ്കയിലേക്ക് പോയ ആളാണ്. ഒരു തവണ മ്യാൻമാറിലേക്കും പോയിട്ടുണ്ട്. എന്തിനാണ്? ഇന്ത്യയുടെ യഥാർത്ഥ പാരമ്പര്യമായ ബുദ്ധമതത്തെ, യഥാർത്ഥ നൈതിക സഭ്യത, നാഗരികതയുടെ ആധാരമായ മൂല്യമണ്ഡലത്തെ, ജനായത്വത്തിൻ്റെ സാമൂഹ്യ ചിന്തയായിട്ടുള്ള ബുദ്ധിസത്തെക്കുറിച്ച് പഠിക്കാനാണ്. അത് വളരെ കറപ്റ്റായിപ്പോയി. മഹായാനത്തിലൂടെയും വജ്രയാന ധാരകളിലൂടെയും താന്ത്രിക ധാരകളിലൂടെയും ബ്രാഹ്മണ്യം അതിനെ സ്വാംശീകരിച്ചെടുത്തു. അതാണ് യഥാർത്ഥത്തിലെ ഇന്നത്തെ ജനകീയ ഹിന്ദുമതം എന്ന് പറയുന്നത്. മഹായാനം തന്നെയാണ്. ബോധിസത്വ രൂപങ്ങൾ അയ്യപ്പൻ, മുരുകൻ, കണ്ണൻ ഇവരാരും ഹിന്ദുമതത്തിൻ്റെ ദൈവങ്ങളല്ല. ഇവരാരും വൈദികത്തിലോ വേദത്തിലോ ഉള്ള ദൈവങ്ങളല്ല. മറിച്ച് ബോധിസത്വ മഹായാനത്തിലും വജ്രയാനത്തിലുമുള്ള നിരവധി താന്ത്രിക ബോധിസത്വ രൂപങ്ങളാണ്. അയ്യപ്പൻ, പ്രൊഫസർ അയ്യപ്പനെ കുറിച്ച് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈഴവരുടെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിച്ച മറ്റൊരു മഹാപണ്ഡിതനാണ്. ഇൻ്റർ ഡിസിപ്ലിനറി പഠിച്ച ആളാണ്. ചരിത്രകാരനും ആന്ത്രപ്പോളജിസ്റ്റും അതുപോലെ ഇൻ്റർ ഡിസിപ്ലിനറി പഠനങ്ങളുടെ വലിയ നായകനായിരുന്ന പ്രൊഫസർ അയ്യപ്പൻ. ഈ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള പാവറട്ടിയിൽ ജനിച്ച അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. CDSൻ്റെ ഒരു സ്ഥാപക അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രം പോലും അവിടെയില്ല. കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള സത്യാന്വേഷിയായിരുന്നു. സത്യം പറയുകയും സത്യം അന്വേഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ പ്രൊഫസർ അയ്യപ്പനാണ് ഈ അയ്യപ്പനെ കുറിച്ച് തന്നെ പറഞ്ഞ പ്രൊഫസർ അയ്യപ്പൻ്റെ വാദം സെമന്തഭദ്ര ബോധിസത്വനാണ്. മറ്റ് സഹോദരൻ അയ്യപ്പനാകട്ടെ, കേസരിയാകട്ടെ വാദിക്കുന്ന അവലോകിതേശ്വര ബോധിസത്വനാണ്. ഏത് ബോധിസത്വനാണെന്നുള്ള കാര്യത്തിലേ തർക്കമുള്ളൂ. ബോധിസത്വനാണ് അയ്യപ്പൻ, അല്ലെങ്കിൽ ഈ ഗുരുവായൂരിരിക്കുന്ന കണ്ണൻ. കണ്ണൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഹിന്ദു വൈഷ്ണവ മതത്തിൽ ഒരു ദൈവങ്ങളുമില്ല. കണ്ണനെ കൃഷ്ണനാക്കുകയും ആ കൃഷ്ണനെ വിഷ്ണുവിൻ്റെ അവതാരമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തെ പിശാചായും പിശാച ദൈവമായും വർണ്ണിക്കും ബ്രാഹ്മണൻ്റെ വൈഭവം ഭയങ്കരം എന്നാണ് സഹോദരൻ അയ്യപ്പൻ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സഹോദരൻ്റെ പാഠങ്ങൾ നിത്യപാരായണം ചെയ്താലല്ലാതെ, മൂലൂരിൻ്റെ കാവ്യങ്ങളും എഴുത്തുകളും നിത്യപാരായണം ചെയ്താലല്ലാതെ, CV കുഞ്ഞരാമൻ്റെ ചരിത്രലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ പത്രദ്വാര പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളുമൊക്കെ പഠിച്ചാലല്ലാതെ ഗുരുവിനെക്കുറിച്ച് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ പഠിക്കണം. അത് മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം കഴിഞ്ഞ 100 വർഷത്തെയെങ്കിലും ഈഴവ സമുദായത്തിൻ്റെ തന്നെ എഴുത്തുകളെയെങ്കിലും, പ്രൊഫസർ ഇളംകുളത്തെയൊക്കെ വിട്ടാൽ പോലും, പ്രൊഫസർ അയ്യപ്പനെ വിട്ടാൽ പോലും, അദ്ദേഹം ഈഴവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന് തന്നെ പറഞ്ഞിട്ടൊരു വലിയ പഠനമാണ്. പിന്നെ മലിനോസ്കിയുടെയും ഫിർത്തിൻ്റെയും ഒക്കെ ശിഷ്യനായിരുന്നു. LSEയിലൊക്കെ പോയി പഠിച്ച, ബ്രിട്ടനിൽ പോയി PhD എടുത്തു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈഴവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച്. ഭാരത പഴമ, നരോൽപ്പത്തിയും ആയുധപ്പഴമയും, ഇതിലെല്ലാം ഈഴവരുടെ ബൗദ്ധ അശോകൻ പാരമ്പര്യത്തെ നിരന്തരം ആവർത്തിച്ച് രേഖപ്പെടുത്തിയ വലിയ അക്കാദമിക ഇൻ്റർ ഡിസിപ്ലിനറി പണ്ഡിതനാണ് ആന്ത്രപ്പോളജിസ്റ്റായിരിക്കുന്ന പ്രൊഫസർ അയ്യപ്പൻ. അതുപോലെ പ്രൊഫസർ SN സദാശിവൻ IAS അക്കാദമിയുടെ തന്നെ അധ്യാപകനായിരുന്നു. SN സദാശിവൻ്റെ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതുപോലെ സ്റ്റേറ്റ് കൾച്ചർ ആൻഡ് സൊസൈറ്റി, സ്റ്റേറ്റ്
കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഈഴവാസ് ആസ് ആൻ ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി, ബൗദ്ധികമായ പ്രബുദ്ധരായ ജനതയുടെ ഒരു സമുദായം തന്നെയാണ് ഈഴവർ എന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എസ് എൻ സദാശിവനാണ്. എസ് എൻ സദാശിവനാണ് ബുദ്ധിസം ഇൻ കേരള എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ മറ്റൊരു പുസ്തകത്തിൽ വിശദീകരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഈഴവരായിട്ട് തന്നെയുള്ള ഇൻ്റലക്ച്വൽസ്, പഠിതാക്കൾ, അക്കാദമിക പണ്ഡിതരും ജേർണലിസ്റ്റുകളും കവികളും ഗദ്യകാരന്മാരും തത്വചിന്തകരും, നമ്മുടെ ജെ രഘുവിനെ പോലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ യുവത്വമാണ്, ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ യുവത്വമാണ് എന്ന പഠന പരമ്പര അദ്ദേഹം എഴുതി. ഹിന്ദു കൊളോണിയലിസം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഹിന്ദുത്വ ഫാഷിസം, അതിൻ്റെ വിമർശം അടങ്ങുന്ന പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. നാരായണ ഗുരുവിനെക്കുറിച്ച് തന്നെയുള്ള കൂടുതൽ താത്വികമായ വിമർശ വിചാരങ്ങളുള്ള ഒരു പുസ്തകത്തിൻ്റെ രചന പൂർത്തീകരിച്ചു. അതിൻ്റെ പണികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇതൊന്നും തന്നെ ഈഴവരായിട്ടുള്ള പണ്ഡിതന്മാർ ചെയ്യുന്ന, നൈതിക പണ്ഡിതന്മാർ, ഡോക്ടർ എം എസ് ജയപ്രകാശിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഇതെല്ലാത്തിനും കൂടെ സമയമില്ല, ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ നാം ഈ പുസ്തകങ്ങളെയൊക്കെ വായിക്കുകയും ഈഴവ സമുദായത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള നൈതികമായ രചനകളെ, സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന രചനകളെ വായിക്കുകയും പഠിക്കുകയും നിത്യപാരായണം ചെയ്യുകയും ഗുരുവിൻ്റെ തന്നെ മറച്ചു വയ്ക്കപ്പെട്ട സംഭാഷണങ്ങളെ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ വൈദിക വേദാന്തത്തിലൂടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള പരിമിതമായ അശ്ലീല വായനകൾ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താത്വികമായ അപരോന്മുഖമായ നൈതികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ വിപുലീകരിക്കുകയും വിവിധ മതങ്ങളുമായിട്ടുള്ള വിമർശ സംവാദത്തിലൂടെ അദ്ദേഹം നടത്തിയ തത്വചിന്താപരമായ ഇടപെടലുകളെ, ചരിത്രപരമായ ഇടപെടലുകളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ രംഗത്തേക്ക് പ്രവേശിക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇതിനവസരം തന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്കും അതിൻ്റെ പ്രവർത്തകർക്കും കേട്ടിരുന്ന എല്ലാ നല്ലവരായ സഹോദരീ സഹോദരങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം.